ആണ്. ഈ വീഡിയോയിൽ കുറച്ച് രസകരമായ ജിയോ പൊളിറ്റിക്കൽ ഈവൻസ് ആണ് ഇതിനകത്ത് കവർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയുടെ ഉള്ളിൽ ചൈനീസ് സ്റ്റുഡൻസിനെതിരെ ചെറിയ നടപടികളൊക്കെ എടുക്കുന്നുണ്ട്. അതായത് മിക്ക ചൈനീസ് സ്റ്റുഡൻസും അവിടെ റിസർച്ച് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയി പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ കൂടുതൽ ഈ വൈറോളജി, ബാക്ടീരിയോളജി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട റിസർച്ചിൽ ഒരുപാട് ഗവേഷകരായിട്ട് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മിഷിഗൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന 2 പേരെ അമേരിക്ക അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിൽ ഒരാൾ ഡോക്ടറാണ്. ഡോക്ടർ ഷെൻയൂങ് ലിയു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഈ വ്യക്തി അവിടുത്തെ പ്രൊഫസറും കൂടിയാണ് ഈ മിഷിഗൻ യൂണിവേഴ്സിറ്റിയിൽ. യൂൻ കിങ് ജിയാൻ എന്ന് പറഞ്ഞ ഇപ്പുറത്ത് കാണുന്ന ഈ ഒരു ലേഡിയെയാണ് ശരിക്കും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇവരൊരു പ്രത്യേക തരം റിസർച്ച് അവിടെ ചെയ്തുകൊണ്ടിരുന്നു. ഇതിനകത്ത് അമേരിക്ക പറയുന്ന ക്ലെയിം എന്ന് പറഞ്ഞാൽ ഇവർ ചൈനയിൽ നിന്നും ഒരു തരം സൂക്ഷ്മജീവി ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ഒരു സാധനം ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് ഇവർ ഈ ഫുഡിൽ അമേരിക്കൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ സ്പ്രെഡ് ചെയ്ത് വിടാനുള്ള ശ്രമത്തിലാണ്. ഒരു സൂക്ഷ്മജീവി എന്ന് പറഞ്ഞാൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പടർന്ന് പന്തലിച്ചോളും. അപ്പോൾ അതുകൊണ്ട് പല രീതിയിലുള്ള അസുഖങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇത് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ജീവിയെ കൊണ്ടുവന്നു എന്നാണ് കേസ്. FBI കാഷ് പട്ടേൽ പറഞ്ഞിരിക്കുന്നത്. കാഷ് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനിൽ തെളിഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു അറസ്റ്റിലേക്ക് നയിച്ചതെന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ച് വർക്കുകൾ ചെയ്യുന്ന ചൈനീസ് സ്റ്റുഡൻസ്, ചൈനീസ് റിസർച്ച് പേപ്പർ വർക്ക് ചെയ്യുന്ന PhD ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഈ ലേഡിയും PhD ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ PhD എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡോക്ടറേറ്റ് ആണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ റിസർച്ച് പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യണം. ആ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഇത് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ FBI ഇവരെ പൂട്ടിയിരിക്കുകയാണ്. അതാണ് അവസ്ഥ. ഇനിയും എത്ര ചൈനീസ്, ഇപ്പം ഈ ചൈനയുടെ ബന്ധം ഇങ്ങനെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഇനിയും എത്ര ചൈനീസ് സ്റ്റുഡൻസിന്റെ മേൽ ഇതേപോലെ സയൻസ് മേഖലയിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇനിയും ഇതേപോലത്തെ അനുഭവങ്ങൾ നേരിടേണ്ടി വരും അമേരിക്കയുടെ ഉള്ളിൽ. ഇത് അമേരിക്കയുടെ ഉള്ളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഫ്രിസേറിയം ഗ്രാമിനേരിയം എന്നാണ് ഈ ഒരു ജീവിയുടെ പേര്. ഫ്രിസേറിയം ഗ്രാമിനേരിയം. ഇത് വളരെ ചെറിയ സബ്സ്റ്റൻസ് ആണ്. ഈ സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് ഇവർ ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്നാണ് ഇപ്പം നിലവിൽ കേസ്. ടിക്ടോക്കിന്റെ ബാൻ അമേരിക്കയിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട ആ റൈവലറിയിൽ വരുന്ന വിഷയങ്ങളാണ്. ടിക്ടോക്ക് അതായത് ഒരു ഫോറിൻ കമ്പനി അമേരിക്കയിലുള്ളിൽ പോയി സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ, വളർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ അതിനെ ഈ രീതിയിലൊക്കെ, അതായത് ഇന്ത്യ ടിക്ടോക്കിനെ ബാൻ ചെയ്തതിന് വേറെ റീസൺ ഉണ്ട്. കാരണം അവർ ഇവിടുത്തെ ഡേറ്റ ചോർച്ച ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ ഡേറ്റയൊക്കെ അവർ ചോർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു സെക്യൂരിറ്റി റീസൺസിൻ്റെ പേരിലാണ് ഇന്ത്യ ഇതിനെ സാങ്ഷൻ ചെയ്തത്. പക്ഷേ അമേരിക്ക സാങ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അന്ന് തന്നെ സാങ്ഷൻ ചെയ്യണമായിരുന്നു. ടിക്ടോക്ക് എന്ന് പറഞ്ഞ മീഡിയം ശരിക്കും പറഞ്ഞാൽ ഇലക്ഷന് വേണ്ടിയിട്ടൊക്കെ ട്രംപ് നല്ല രീതിയിൽ ഉപയോഗിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മീഡിയം ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ അമേരിക്ക ബൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഷർ ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു റോങ് എക്സാമ്പിളാണ്. നാളെ ഒരു സമയത്ത് അമേരിക്കയിൽ പോയി സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കമ്പനികൾ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് വലിയ ഭീമന്മാരായി കഴിഞ്ഞാൽ അമേരിക്ക അതിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഇതേപോലത്തെ പ്രഷറുകൾ അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പോയിന്റ്. US കോൺഗ്രസ്സിൽ ബഡ്ജറ്റ് സബ്മിറ്റ് ചെയ്ത സമയത്ത് ഏതാണ്ട് 2.5 ട്രില്യന്റെ ഡെഫിസിറ്റോട് കൂടിയാണ് ബഡ്ജറ്റ് സബ്മിറ്റ് ചെയ്തത്. ഇതിനെയാണ് ഇലോൺ മസ്ക് കൃത്യമായി ചോദ്യം ചെയ്തത്. കടം, അമേരിക്കയുടെ കടം എന്ന് പറയുന്നത് 100 ബില്യൺ പെർ മന്ത് ആണ്. അപ്പോൾ അതായത് ഒരു വർഷത്തിൽ 1.2 ട്രില്യൺ ആണ് അമേരിക്കയുടെ നിലവിലെ കടം. രാജ്യത്തുണ്ടാകുന്ന ടോട്ടൽ റവന്യൂവിൽ 25% ഈ കടം വീട്ടാൻ വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ജനസേവന പദ്ധതിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് ഫണ്ട് മാറ്റി വെക്കേണ്ടതാണ്. ഈ ഫണ്ടൊക്കെ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് ചോദ്യം. അമേരിക്ക ഈ ഒരു ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യാണ്ട് ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ്. രാജ്യം വീണ്ടും അതിഭീമമായ കടബാധ്യതയിലേക്ക് തള്ളപ്പെടുമെന്നാണ് ഇലോൺ മസ്ക് അവകാശപ്പെടുന്നത്. ഇലോൺ മസ്ക് അവകാശപ്പെടുന്നതല്ല, ഇലോൺ മസ്ക് ഒരു അവയർനെസ് കൊടുക്കുന്നത്. ഇത് US ജനങ്ങൾക്കാണ് ഈ ഒരു അവയർനെസ് കൊടുക്കുന്നത്. കാരണം ഈ ട്രംപിൻ്റെ താരിഫ് പോളിസിയെ കുറേ ആൾക്കാർ, ട്രംപിനെ അനുകൂലിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആൾക്കാരൊക്കെ ഈ ഒരു പോളിസിയെ അനുകൂലിക്കുകയാണ്. അതായത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ട്രംപ് എന്തോ ചെയ്തു കൂട്ടുന്നതായിട്ടാണ് അവരൊക്കെ അഭിപ്രായപ്പെടുന്നത്. മറ്റൊരു കൂട്ടർ ഡെമോക്രറ്റ്സ് ആയിക്കോട്ടെ, ഡെമോക്രാറ്റ് പണ്ട് തൊട്ടേ ഇതിനെ എതിർക്കുന്നുണ്ട്. അതുപോലെ കുറേ ആൾക്കാർ കൂടുതലായിട്ട് ഈ ഒരു ഡെമോക്രാറ്റിന്റെ സ്റ്റേറ്റ്മെന്റിനെ തന്നെ ശരിവെച്ചുകൊണ്ട് ട്രംപിന്റെ ഈ ഒരു താരിഫ് പോളിസിക്കെതിരെ, രാജ്യത്ത് നടക്കുന്ന ഈ ഒരു അൺസർട്ടനിറ്റിക്കെതിരെ, ഈ ഒരു ട്രേഡ് അൺസർട്ടനിറ്റിക്കെതിരെ ഇപ്പം നിലവിൽ ശബ്ദിക്കുന്നുണ്ട്. അതായത് ട്രംപിന്റെ സപ്പോർട്ടേഴ്സ് വോയിസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്, നാരോ ഡൗൺ ചെയ്യാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അമേരിക്കയുടെ ഉള്ളിൽ. ഇന്ത്യ USA ബന്ധത്തിൽ ചെറിയ വിള്ളലുണ്ടെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, സ്റ്റീലിന് നിലവിൽ 25% താരിഫ് അമേരിക്ക അധികം ഈടാക്കുന്നുണ്ട്.
അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ വേൾഡ് ട്രേഡ് ഫോറത്തിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അമേരിക്കയ്ക്കെതിരെ. ആ ഒരു കേസ് അവിടെ നിലവിൽ കിടക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മീഡിയേഷൻ റിക്വസ്റ്റ് അങ്ങനെ വേണം പറയാൻ. ഈ ട്രേഡ് ഫോറത്തിലൊക്കെ കൊണ്ട് ഫയൽ ചെയ്യുന്നതിന്റെ പേര് കേസല്ല. ഒരു മീഡിയേറ്ററെ വെച്ചിട്ട് ആ രാജ്യം അമേരിക്കയുടെയും ഇന്ത്യയുടെയും റെപ്രസെന്റേറ്റീവ്സ് പോയിട്ട് ആ നെഗോസിയേഷനിൽ ഏർപ്പെടുന്ന ഒരു ഫോറം. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. മീഡിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോറത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സൗത്ത് കൊറിയ ഇലക്ഷൻ, സൗത്ത് കൊറിയയിൽ അറിയാമല്ലോ, ഈ മാർഷ്യൽ ലോയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് ഇതിന് മുമ്പുണ്ടായിരുന്ന സൗത്ത് കൊറിയൻ പ്രസിഡന്റ് ജയിലിലൊക്കെ അടയ്ക്കപ്പെട്ട് പല രീതിയിലൊക്കെ ആ ഒരു ഗവൺമെന്റ് നശിച്ച് നാരായണക്കല്ലെടുത്ത് പോയതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അടുത്ത ഇലക്ഷൻ നടന്നപ്പോഴത്തേക്കും അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീ ജെയ് മിയോങ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. സൗത്ത് കൊറിയയുടെ പ്രസിഡന്റായിട്ട് ഈ ഒരു വ്യക്തി ലീ ജെയ് വരുന്നതായിരിക്കും. ഇതാണ് ജെയിംസ് ക്വൻസി. ഈ ജെയിംസ് ക്വൻസിയും അമേരിക്കയും തമ്മിൽ നല്ല രീതിയിലുള്ള പ്രശ്നത്തിലാണ്. കാരണം വേറെ ഒന്നുമില്ല, ഈ ജെയിംസ് ക്വൻസി കൊക്കക്കോള കമ്പനിയുടെ CEO ആണ്. പുള്ളി പറഞ്ഞു വെക്കുന്നത് ട്രംപിൻ്റെ താരിഫ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് ഉറപ്പായിട്ടും ഈ രാജ്യം വിട്ടു പോകേണ്ടി വരും. കൊക്കക്കോള എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ പ്രൈഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്, ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്. അമേരിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൊക്കക്കോള എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രിങ്ക്, അമേരിക്കൻ കൾച്ചറോട് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഡ്രിങ്ക് രാജ്യം വിടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് കാരണം? അതായത് സപ്ലൈ ചെയിൻ മേഖലയിൽ ഉണ്ടായ അൺസർട്ടനിറ്റി. ഈ കൊക്കക്കോളയ്ക്ക് എന്താണ് ഈ താരിഫ് കൊണ്ട് ഇത്രമാത്രം പ്രശ്നം എന്ന് പറഞ്ഞാൽ, കൊക്കക്കോളയ്ക്ക് ഒരു താരിഫും ഇല്ല. സംഭവം താരിഫ് വന്നിരിക്കുന്നത് അലുമിനിയത്തിനാണ്. അലുമിനിയത്തിന് ഓൾറെഡി തന്നെ 25% താരിഫ് ഉണ്ടായിരുന്നു. അതിന് പുറമെ ഒരു 25% കൂടി ട്രംപ് കഴിഞ്ഞ ആഴ്ച അതങ്ങ് കൂട്ടിക്കൊടുത്തു. ഇത് വളരെ ഫേമസ് ആയിട്ട് ഭയങ്കരമായിട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അലുമിനിയത്തിനും സ്റ്റീലിനും ഞാൻ 25% ഹൈക്ക് ചെയ്യുന്നു താരിഫ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കയുടെ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊഡക്ഷൻ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി എന്നാണ് പറഞ്ഞിട്ട് ഭയങ്കര ക്ലാപ്പോട് കൂടിയാണ് ഈ ഒരു താരിഫ് പാസ്സാക്കിയത്. ഈ ട്രംപിനെ അനുകൂലിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ചുറ്റിപ്പറ്റിയിരുന്ന് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞ ആ ചുമന്ന കളർ തൊപ്പിയൊക്കെ ഇട്ട്, അത് മെയ്ഡ് ഇൻ ചൈനയാണ്, ആ തൊപ്പിയൊക്കെ ഇട്ട് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് പാസ്സാക്കിയത്. ഈ പാസ്സാക്കിയതോടുകൂടി സംഭവിച്ചത് അമേരിക്കയുടെ ഉള്ളിൽ മാത്രം പ്രവർത്തിക്കുന്ന, അമേരിക്കയുടെ ഉള്ളിൽ മാത്രം ഡൊമസ്റ്റിക്കലി സപ്ലൈ നടത്തുന്ന കമ്പനികൾക്കൊക്കെ അവർക്ക് ഈ ഒരു അലുമിനിയം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. കാരണം അവരെ താരിഫ് ബാധിക്കുന്നില്ല. പക്ഷേ എത്രമാത്രം മാനുഫാക്ചറിങ് യൂണിറ്റുകൾ അലുമിനിയം ഇൻഡസ്ട്രിയിൽ ഇതേപോലെ, അതായത് ഈ ഒരു കൊക്കക്കോള പോലത്തെ കമ്പനികൾ, ഗ്ലോബലി സപ്ലൈ ചെയ്യുന്നുള്ള കമ്പനികൾക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണെന്നാണ് ജെയിംസ് ക്വൻസി പറഞ്ഞിരിക്കുന്നത്. ജെയിംസ് ക്വൻസിയും ഡൊണാൾഡ് ട്രംപും നടത്തിയ ഒരു ചർച്ചയിൽ ഇത് ഇപ്പോഴത്തെ ഈ ഒരു താരിഫ് പ്രകാരം കൊക്കക്കോളയ്ക്ക് ഏതാണ്ട് 3 to 4% പ്രൈസ് ഹൈക്ക് ചെയ്യേണ്ടി വരും എന്നാണ് കമ്പനിയുടെ ഓണർ അഭിപ്രായപ്പെടുന്നത്. അതായത് 25% താരിഫ് ഉള്ളപ്പോഴേ ഇതാണ് അവസ്ഥ. നിലവിൽ തന്നെ അവർ ഈ ഒരു 3 to 4% ഉയർത്തണം എന്ന് പറഞ്ഞാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു 25% ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പ്രൈസ് എങ്ങോട്ട് ഉയർത്തും എന്നാണ് ക്വൻസി ചോദിക്കുന്നത്. പക്ഷെ അതിന് ട്രംപ് പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഈ ഒരു താരിഫ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ഇത് കുറച്ചുനാൾ കഴിയുമ്പോൾ മാറ്റും. ആ മാറ്റുന്നത് വരെ, അതായത് നമ്മുടെ രാജ്യം ഡെവലപ്പായി വരുന്നത് വരെ ഈ കമ്പനി ഈ ഒരു പ്രൈസ് ഉയർത്താതെ ഈ ഒരു ചെലവ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുക്കണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് ക്വൻസിക്ക് കൊടുത്ത മറുപടി. എന്ത് മനോഹരമായ മറുപടിയാണ്! ഇതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ കമ്പനികളെയൊക്കെ അവിടെ സ്ഥാപിച്ചിട്ട് അവർക്കൊക്കെ സബ്സിഡിയൊക്കെ കൊടുത്ത് അവരെ റെഡിയാക്കി പൊക്കി കൊണ്ടുവന്നിട്ട് വേണം ഈ ഒരു താരിഫ് ഇടാൻ. അതിന് പകരം നേരെ ഉൾട്ട ഈ തലതിരിഞ്ഞ രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാണ് ഈ താരിഫ് പദ്ധതി ഇങ്ങനെ പൊളിഞ്ഞ് പാളിസായി പോകുന്നത്. അപ്പം ഇങ്ങനെ താരിഫ് ഇട്ടതോടുകൂടി ശരിക്കും അലുമിനിയത്തിന് താരിഫ് ഇട്ടപ്പോഴത്തേക്കും അമേരിക്കയുടെ ഉള്ളിലുള്ള മേജർ കമ്പനികൾ, അതായത് മെയിൻ സ്ട്രീമിലുള്ള ഫോർ എക്സാമ്പിൾ നാസ പോലത്തെ കമ്പനികൾ, അതേപോലെ ഈ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ, ഇവരൊക്കെ ബില്യൺ കണക്കിൽ പ്രോഡക്റ്റ് വിൽക്കുന്ന കമ്പനികളാണ്. അവരെയൊന്നും ഇത് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തില്ല. പക്ഷേ ഇത് ബാധിച്ചത് ശരിക്കും കൊക്കക്കോളയാണ്. കൊക്കക്കോള ശരിക്കും ബില്യൺ കണക്കിൽ ക്യാൻ മാനുഫാക്ചറിങ് ചെയ്ത് ഈ കൊക്കക്കോള ബോട്ടിൽ ചെയ്ത് വിൽക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബില്യൺ കണക്കിൽ ക്യാൻ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മാസീവ് ആയിട്ടുള്ള അലുമിനിയമാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു അലുമിനിയം എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഏഷ്യൻ കൺട്രീസിൽ നിന്നും അവർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ സപ്ലൈ ചെയ്യുന്ന ഇങ്ങനത്തെ കമ്പനികൾക്കൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. കൊക്കക്കോള എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് വിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. പക്ഷെ അതിൻ്റെ ക്യാനിന് വേണ്ടിയിട്ട് മാസീവായിട്ടുള്ള ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ജെയിംസ് ക്വൻസി രേഖപ്പെടുത്തിയത്. ഈ ജെയിംസ് ക്വൻസിയും ട്രംപും തമ്മിൽ ബാക്ക് ടു ബാക്ക് ആർഗ്യുമെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമുണ്ട് രണ്ടുപേരുടെയും ഈ ഒരു ആർഗ്യുമെന്റ് നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും. അതായത് ട്രംപ് ഒരു രാജാവിനെ പോലെ ഇരുന്ന് താരിഫ് ഇട്ടുകൊണ്ട് ഈ കമ്പനികളൊക്കെ ഈ ഒരു താരിഫിനെ ചുമക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്.
ട്രംപിനെ അനുകൂലിക്കുന്ന ആൾക്കാർ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും മെജോറിറ്റി ആയിട്ടുള്ള ജനങ്ങൾ ഇപ്പോൾ ഇതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ ജെയിംസ് ക്വൻസി ചോദിക്കുന്നത് ടെമ്പററി ആണെങ്കിൽ എത്ര നാളത്തേക്ക്, എത്ര മാസത്തേക്ക്, എത്ര വർഷത്തേക്ക്? ശരിക്കും പറഞ്ഞാൽ ഇതൊരു മിനിമം 3 to 4 years എടുക്കും ഈ ഒരു താരിഫൊക്കെ മാറ്റി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിൻ്റെ ട്രേഡ് ഡെഫിസിറ്റ് നികത്താൻ വേണ്ടിയിട്ട് പല രീതിയിലും ഈ ഒരു താരിഫിനെ ട്രംപ് ഉപയോഗിക്കുന്നുണ്ട്. ഡിപ്ലോമാറ്റിക് റിലേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പല രീതിയിൽ പൊളിറ്റിക്കൽ ലാഭത്തിന് വേണ്ടിയിട്ട് വരെ ഉപയോഗിക്കുന്നുണ്ട് ഈ താരിഫിനെ. എന്തിനും ഏതിനും താരിഫാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ താരിഫ് കൊണ്ട് അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രാജ്യത്ത് എങ്ങനെ ബിസിനസ് ചെയ്യും എന്നാണ് ജെയിംസ് ക്വൻസി ചോദിക്കുന്നത്. വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം എല്ലാ മാസവും പുതിയ പുതിയ താരിഫ്, പെട്രോൾ വില, സ്വർണ്ണ വില കയറി ഇറങ്ങുന്നത് പോലെ ഈ ഒരു താരിഫ് മാറി മാറി കളിച്ചാൽ എങ്ങനെയാണ് ബിസിനസ് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് സ്റ്റേബിൾ ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുക എന്നാണ് ക്വൻസി ചോദിക്കുന്നത്. ഇതിൽ പറയാനുള്ളത് കാരണം ഈ കൊക്കക്കോള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വരെ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനനുസരിച്ച് അവരുടെ സ്റ്റോക്ക് ഭയങ്കരമായ രീതിയിൽ ഇടിവ്, തകർച്ച നേരിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ തന്നെ കൊക്കക്കോളയുടെ സ്റ്റോക്ക് വോളറ്റൈലാണ്. കാരണം വേറെ ഒന്നുമില്ല, ഈ ഒരു അൺസർട്ടനിറ്റിയാണ്. ഇപ്പൊ ഈ വൻതോതിൽ അലുമിനിയം മേടിച്ചിട്ട് ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ ട്രംപ് പറയുന്ന രീതിയിൽ ഈ ഒരു 50% താരിഫ് ചുമന്നുകൊണ്ട് കൊക്കക്കോള അമേരിക്കയുടെ ഉള്ളിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ വൻതോതിൽ പ്രൈസ് ഉയർത്തേണ്ടി വരും. അപ്പൊ ഇത് ശരിക്കും കൊക്കക്കോള ഇനി എത്ര ശതമാനം പ്രൈസ് ഉയർത്തണം? 8%, 10%? അങ്ങനെ ഒരു പ്രൈസ് പെട്ടെന്ന് ഉയർത്തിക്കൊണ്ട് കസ്റ്റമറിനെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് ജെയിംസ് ക്വൻസി പറയുന്നത്. ഈ കൊക്കക്കോള കോൾഡ് വാറിന്റെ ടൈമിലൊക്കെ സോൾജേഴ്സ് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള, കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരു ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നുള്ള പേരുള്ള ഒരു ഡ്രിങ്ക് ആണ് കൊക്കക്കോള അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ആ രീതിയിലുള്ള കൊക്കക്കോളയാണ് ഇന്ന് അമേരിക്ക വിടണം എന്ന് പറയുന്നത്. കൊക്കക്കോള മാത്രമല്ല പറയുന്നത് കേട്ടോ, ഫോർഡ് എന്ന് പറഞ്ഞ ആ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി പറയുന്നുണ്ട്. ആപ്പിൾ ഇതേ സെയിം ഒപ്പീനിയൻ തന്നെയാണ് ആപ്പിളിനുള്ളത്. പക്ഷെ ആ സമയത്ത് ട്രംപ് പറയുന്നത് അമേരിക്ക വിടുന്ന അമേരിക്കൻ കമ്പനികൾക്ക് സാങ്ഷൻ ഏർപ്പെടുത്തും. സാങ്ഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ മാത്രമല്ല, ആഗോളതലത്തിൽ ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാങ്ഷൻ ഞാൻ ഏർപ്പെടുത്തും എന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ ക്വൻസി പറയുന്നത് രാജാവ് എംപററിന്റെ കയ്യിൽ നിന്നും ഏത് സമയത്ത് നല്ല തീരുമാനം വരും എന്നുള്ള രീതിയിൽ കാത്തിരിക്കുന്നു എന്നുള്ളൊരു മോക്കിംഗ് ഡയലോഗാണ് ക്വൻസി പറഞ്ഞു വെച്ചത്, കൊക്കക്കോളയുടെ CEO. അതായത് ഒരു ലോജിക്കും ഇല്ലാതെ തലതിരിഞ്ഞ രീതിയിൽ താരിഫ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഈ ബിസിനസിനെ കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാത്ത രീതിയിൽ താരിഫ് പ്രഖ്യാപിച്ചുകൊണ്ട് ആ രാജ്യത്തിന്റെ സപ്ലൈ ചെയിനെ തകർത്തിരിക്കുകയാണ് ട്രംപ്. ഈ കമ്പനികൾ നിരന്തരം മാറ്റത്തിന് വിധേയമാകുന്ന ഈ ഒരു താരിഫ് വെച്ചുകൊണ്ട് പല രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള പ്രയാസങ്ങൾ എന്താണ്? ഒന്നെങ്കിൽ പ്രൈസ് കൂട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ കടയടച്ച് പോകണം. ഇതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇപ്പം ജെയിംസ് ക്വൻസി പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻ മേഖല ചൂസ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. യൂറോപ്യൻ മേഖലയിലാണെങ്കിൽ കുറച്ച് പോളിസീസ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അത് ഈ ഫുഡ് കളറൊക്കെ ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുറേ പോളിസി ഉണ്ട്. അപ്പോൾ ആ പോളിസി ഉള്ളത് കൊണ്ട് തന്നെ ജർമ്മനിയെ ചൂസ് ചെയ്യുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ജർമ്മനിയെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം കിട്ടും, ഒരു എക്കോ ഫ്രണ്ട്ലി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതിലൂടെ കാർബൺ എമിഷൻ കുറച്ചു എന്നുള്ള രീതിയിലുള്ള ചില ഗുഡ് നോട്ടൊക്കെ കൊക്കക്കോള കമ്പനിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതേസമയം നെതർലാൻഡ് ഒരു ഓപ്ഷനായിട്ടും കൂടി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയർലാൻഡ് വൺ മോർ ഓപ്ഷനായിട്ട് ജെയിംസ് ക്വൻസി പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് ഈ ടാക്സും അത് ഇതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ലോവസ്റ്റ് ടാക്സ് ആയിട്ട് കരുതപ്പെടുന്ന സിംഗപ്പൂർ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനായിട്ട് ജെയിംസ് ക്വൻസി പറയുന്നുണ്ട്. അഥവാ അമേരിക്കയിൽ നിന്നും പുറത്തു പോകുന്നെങ്കിൽ ഈ കൊക്കക്കോള കമ്പനി സിംഗപ്പൂരിൽ അവരുടെ മദർ പ്ലാന്റ് നിർമ്മിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും എന്നാണ് ഇപ്പം നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ട്രംപ് എന്തിനാണ് കൊക്കക്കോള കമ്പനിയെ വിരട്ടുന്നത്? കൊക്കക്കോള കമ്പനി പുറത്തു പോയി കഴിഞ്ഞാൽ ഇതിനെ പിന്തുടർന്ന് കുറേ കമ്പനികൾ വരി വരിയായിട്ട് പുറത്തു പോകും. അതാണ് ഇപ്പോൾ ട്രംപിനെ അലട്ടുന്ന പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും വിധേയന ഈ ഒരു 3 വർഷത്തേക്ക് നീ പോക്കറ്റിൽ നിന്നെങ്കിലും പൈസ ഇട്ട് ഈ കൊക്കക്കോള കമ്പനി ഇവിടെ തന്നെ നടത്ത് എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, ഗവൺമെന്റിന് സബ്സിഡി കൊടുക്കണം. അതിനും ട്രംപ് തയ്യാറല്ല. കാരണം എന്താണ്? അവിടെ ബഡ്ജറ്റ് തന്നെ ഓൾറെഡി 2.5 ട്രില്യൺ ഡെഫിസിറ്റ് ആണ്. ഇനി അതിലുപരിയായിട്ട് 9.4 ബില്യൺ വേണ്ടിയിട്ട് അവിടെ റിസഷൻ ബില്ല് US കോൺഗ്രസിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ്. പിന്നെ എവിടെ നിന്നാണ് സബ്സിഡി കൊടുക്കാൻ പോകുന്നത്? അപ്പോൾ അതുകൊണ്ട് കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് തന്നെ ഈ ഒരു 3 അല്ലെങ്കിൽ 4% എത്രയാണോ ഈ പ്രൈസ് വേരിയൻസ് നിങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു വേരിയൻസ് കമ്പനിയുടെ റവന്യൂവിൽ തന്നെ എടുക്കാൻ പറയുന്നു ട്രംപ്. ഇത് ഏതെങ്കിലും ഒരു കമ്പനി ഓണർ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. ഇതാണ് കമ്പനി വെളിയിൽ പോകും എന്ന് ഒരു 90% കൊക്കക്കോള കമ്പനി പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി എന്ത് സാങ്ഷൻസ് നേരിടേണ്ടി വന്നാലും പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ അഥവാ പോകുന്നു എങ്കിൽ വരി വരിയായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ നിന്നും ഇതേപോലത്തെ കമ്പനികൾ പുറത്തു പോകും. അങ്ങനെ പുറത്തു പോകുമ്പോഴത്തേക്കും ട്രംപിനുണ്ടാകുന്ന തിരിച്ചടി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇതിന്റെ അടുത്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പുറത്തു പോകുന്ന കമ്പനികൾ ഒന്നും തന്നെ പിന്നീട് തിരിച്ചു വരില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ വീഴ്ച.
കാരണം എന്താണ്? അമേരിക്ക ഒരു ഡോളർ ബേസ്ഡ് എക്കോണമിയാണ്. മറ്റുള്ള ഏത് രാജ്യത്തിൽ പോയി മാനുഫാക്ചറിങ് ചെയ്താലും അമേരിക്കയുടെ എത്രത്തോളം കോസ്റ്റ് അതിന് വരില്ല. ഡോളറിനേക്കാളും വളരെ കുറഞ്ഞ കോസ്റ്റേ ഏത് രാജ്യത്ത് പോയി മാനുഫാക്ചറിങ് ചെയ്താലും ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ലോവർ കോസ്റ്റിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികൾ ഒരിക്കലും പിന്നീട് അമേരിക്കയിലോട്ട് മടങ്ങി വരില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിഷയം. ഇതാണ് ട്രംപിനെ അലട്ടുന്ന വിഷയം. എന്തുകൊണ്ട് ട്രംപ് സാങ്ഷൻ ഇടുമെന്ന് പറയുന്നതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. അമേരിക്ക വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും തിരിച്ചു വരില്ല. അതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഇനി കാനഡ ട്രംപിനൊരു തിരിച്ചടി കൊടുക്കുന്നുണ്ട്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.